ഹായ്, ഏവർക്കും VBY ITI കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ, ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് കമ്പോണൻസിലെ റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? മോ, വോൾട്ട്, ഓം, ആംപിയർ. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് ബേസിക് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതാണ്. എന്നാലും ഇവിടെ ആൻസർ ഓം. മോ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ്, വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ്, ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ യൂണിറ്റ്. നെക്സ്റ്റ്, ദ ഫോർമുല ടു ഫൈൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ വേർ ലെങ്ത് എൽ, ക്രോസ് സെക്ഷണൽ ഏരിയ എ ആൻഡ് റെസിസ്റ്റൻസ് ആർ ഈസ്. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നുള്ള ഇക്വേഷൻ? റോ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ എ. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈസ് ഈക്വൽ ടു ആർ ബൈ എ എൽ. റോ ഈസ് ഈക്വൽ ടു എ എൽ ബൈ ആർ. സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ ആണ്. നെക്സ്റ്റ്, which law states that the relation between the current, voltage and resistance in closed circuit at constant temperature. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ഇത് എങ്ങനെയാണെന്ന്. എ, കിർച്ചോഫ് ഫസ്റ്റ് ലോ. ബി, കിർച്ചോഫ് സെക്കൻഡ് ലോ. സി, ജൂൾസ് ലോ. ഡി, ഓംസ് ലോ. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ വോൾട്ടേജിന് നേരനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലുമാണ് എന്ന് പറയുന്ന ഇക്വേഷനാണ് ഓംസ് ലോ. നെക്സ്റ്റ്, ഇൻ എനി ഇലക്ട്രിക് നെറ്റ്വർക്ക് ദ സം ഓഫ് ദി ഇൻകമിംഗ് കറണ്ട് reach at the junction is equal to the sum of outgoing current. What is the name of the law? ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന കറണ്ടും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടും ഈക്വൽ ആണെന്ന് പറയുന്ന റൂൾ ഏതാണ്? ഓംസ് ലോ, കിർച്ചോഫ് സെക്കൻഡ് ലോ, ലോ ഓഫ് റെസിസ്റ്റൻസ്, കിർച്ചോഫ് ഫസ്റ്റ് ലോ. ആൻസർ കിർച്ചോഫ് ഫസ്റ്റ് ലോ. ഈ ലോയാണ് ജംഗ്ഷൻ ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് ലോ എന്നും പറയുന്നു. നെക്സ്റ്റ്, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രൈക് സം ഓഫ് ദി IR വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് വോൾട്ടേജ് സോഴ്സസ് മസ്റ്റ് ബി ഈക്വൽ ടു 0 അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ്. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുണ്ടാകുന്ന IR വോൾട്ടേജ് ഡ്രോപ്പും വോൾട്ടേജ് സോഴ്സും ഈക്വൽ ആണെന്ന് പറയുന്ന ലോ. കിർച്ചോഫ് ഫസ്റ്റ് ലോ, കിർച്ചോഫ് സെക്കൻഡ് ലോ, ഓംസ് ലോ, നൺ ഓഫ് ദീസ്. ആൻസർ കിർച്ചോഫ് സെക്കൻഡ് ലോ. ആസ് പെർ ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ് ദ സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഓംസ് ലോ പ്രകാരം സർക്യൂട്ട് കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്, റെസിസ്റ്റൻസ്, specific resistance, quantity of electricity. Current inversely proportional to resistance and directly proportional to voltage. Answer resistance. 4 equal resistors are connected in series and their total resistance is 800 ohms. What would be the total resistance when they are connected in parallel? 4 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 ohms ആണ്. അങ്ങനെയാണെങ്കിൽ അവ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? സീരീസ് ആയിട്ട് കാണുന്ന സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ R1 + R2 + R3 അങ്ങനെയാണ് പോകുന്നത്.
പാരലൽ ആകുമ്പോൾ 1/R2 ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അപ്പോൾ സീരീസ് ആയിട്ട് 800 കിട്ടിയെങ്കിൽ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 10 ohm, 50 ohm, 400 ohm, 1600 ohm. ആൻസർ 50 ohm. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറവായിരിക്കും. In a circuit, 20 milliampere current is flowing across a resistance of 12 volt supply source. What will be the current when the voltage is increased to 24 volt? ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ 20 മില്ലി ആംപിയർ ആണ്. അവിടെ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 24 വോൾട്ട് അപ്ലൈ ചെയ്താൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യും? A 20 mA, B 30 mA, C 40 mA, D 60 mA. Answer 40 mA. What is the unit of specific resistance? Specific resistance in the unit: ohm meter, ohm per meter square, ohm meter cube, ohm meter square. Answer ohm meter. Next, what is the value of medium resistance based on the ohmic value? Ohmic value അനുസരിച്ച് medium resistance എന്ന് പറയുന്നത് 1 ohm to 1000 ohm, above 1 ohm up to 10 kilo ohm, above 1 ohm up to 100 kilo ohm, above 100 kilo ohm. Answer above 1 ohm up to 100 kilo ohm. 1 ohm മുതൽ 100 കിലോ ഓം വരെയുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം പെർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് കോൾഡ് ആസ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ടെമ്പറേച്ചറിന് ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ വ്യത്യാസത്തിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂവിൽ വരുന്ന വ്യത്യാസം അതിനെ പറഞ്ഞ പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. വിച്ച് കമ്പോണൻറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട്? ഏത് കമ്പോണൻ്റാണ് കറണ്ടിൻ്റെ വ്യത്യാസത്തെ ഒപ്പോസ് ചെയ്യുന്നത്? ഡയോഡ്, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്ററാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ടൈപ്പ് ഓഫ് റെസിസ്റ്റർ? കാർബൺ ടൈപ്പ്, ഫിക്സഡ് വോൾട്ടേജ്, ഹൈ വാട്ടേജ്, വയർ ബോണ്ട്. ഫിഗറിൽ തന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള റെസിസ്റ്റർ ആണെന്ന്? ആൻസർ കാർബൺ ടൈപ്പ് വാരിയബിൾ റെസിസ്റ്റർ ആണ്. ഫിക്സഡ് വാല്യൂ റെസിസ്റ്റർ അല്ല, വാരിയബിൾ ആണ്. കാർബൺ ടൈപ്പിൽ വാരിയബിൾ റെസിസ്റ്റർ ആണ്. വാട്ട് ഈസ് ദ കളർ കോഡ് ഫോർ 100 ഓം റെസിസ്റ്റർ? 100 ഓം റെസിസ്റ്ററിൻ്റെ കളർ കോഡ്: ബ്രൗൺ, ബ്ലാക്ക്, റെഡ്, ബ്ലാക്ക്, ബ്രൗൺ, ബ്ലാക്ക്, ബ്രൗൺ, ബ്ലാക്ക്, ബ്രൗൺ, 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 ബ്രൗൺ. ഒരു റെസിസ്റ്ററിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ഡിജിറ്റ്. ഒരു 4 ബാൻഡ് റെസിസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റ് 2 ഡിജിറ്റ്, ഫസ്റ്റ് 2 കളറ് ആ ഫസ്റ്റ് 2 ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു. തേർഡ് കളറ് മൾട്ടിപ്ലെയർ ആൻഡ് ഫോർത്ത് കളർ ടോളറൻസ്. അപ്പോൾ ഇവിടെ 100 ഓം എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ, ബ്ലാക്ക്, ബ്രൗൺ. 1 ബ്രൗൺ ആണ്, രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് 0 ആണ്, മൂന്നാമത്തേത് മൾട്ടിപ്ലയർ ആയിട്ട് ബ്രൗണും ഉപയോഗിക്കുന്നു. ഹൗ മെനി ഓം ഈസ് ഈക്വൽ ടു 1 മെഗാ ഓം? ഒരു മെഗാ ഓം എന്ന് പറഞ്ഞാൽ എത്ര ഓമാണ്? 10
100, 1000 kilo ohm, 200, 2000 kilo ohm. അപ്പോൾ 1 മെഗാ ഓം എന്ന് പറഞ്ഞാൽ 1 കിലോ ഓം എന്ന് പറഞ്ഞാൽ 1000 ഓം ആണ് 1 കിലോ ഓം. 1000 കിലോ ഓം ആണ് 1 മെഗാ ഓം. Determine the current flows through 2 kilo ohm resistor R2. ഫിഗറിൽ തന്നിരിക്കുന്ന സർക്യൂട്ടിലൂടെ അതായത് 2 കിലോ ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ ഫിഗർ ഏത് കണക്ഷനാണെന്ന് ഫസ്റ്റ് നോക്കണം. സീരീസ് ആണോ പാരലൽ ആണോ നോക്കുക. സീരീസ് ആണെങ്കിൽ R1 R2 R3 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പാരലൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പാരലൽ 2 കിലോ ഓം റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ. അത് ആൻസർ 6 mA. വാട്ട് ഈസ് ദ നെയിം ഓഫ് മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്റർ? മൾട്ടി ടേൺ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പേര് മൾട്ടി ടേൺ ഡ്യുവൽ പോട്ട്സ്, മൾട്ടി ടേൺ ട്രിം പോട്ട്സ്, സിംഗിൾ ടേൺ ട്രിം പോട്ട്സ്, സിംഗിൾ ടേൺ ഡ്യുവൽ പോട്ട്സ്. ആൻസർ മൾട്ടി ടേൺ ട്രിം പോട്ട്സ്. Which meter is used to find the exact resistance value of resistors? റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ കാണുന്നതിനുള്ള മീറ്റർ ഏതാണ്? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഓം മീറ്റർ, വാട്ട് മീറ്റർ. ആൻസർ ഓം മീറ്റർ. അമ്മീറ്റർ കറണ്ട്, വോൾട്ട് മീറ്റർ വോൾട്ടേജ്, വാട്ട് മീറ്റർ പവർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ? കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കിയിട്ട് ഈ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ കളർ കോഡാണ് 4 ബാൻഡിൽ 4 ബാൻഡ് റെസിസ്റ്ററാണ്. 4 ബാൻഡ് റെസിസ്റ്റർ ആണെങ്കിൽ ഫസ്റ്റ് 2 കളറ് അതിന് ഫസ്റ്റ് 2 ഡിജിറ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. തേർഡ് കളറ് മൾട്ടിപ്ലയർ, ഫോർത്ത് കളർ ടോളറൻസ്. ഫസ്റ്റ് കളറും സെക്കൻഡ് കളറും ഓറഞ്ച് ആണ്. ഓറഞ്ചിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് 3 ഇൻറ്റു റെഡാണ് തേർഡ് കളർ ബാൻഡ്. റെഡിൻ്റെ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇൻറ്റു 100. അപ്പോൾ തന്നിരിക്കുന്നതിൽ ആൻസർ 3300. What is the voltage drop across the resistor R2? V2 20 volt, V2 40 volt, V2 60 volt, V2 80 volt. തന്നിരിക്കുന്ന ഫിഗറിൽ R2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് V2 60 വോൾട്ടാണ്. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കും. Find the total resistance value of 100 ohms and 20 ohms connected in parallel. Total resistance 10 ohm 20 ohm resistors parallel ആയിട്ട് കണക്ട് ചെയ്താൽ അതുണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് 6.666 ohms, 66.66 ohms, 666.6 ohms, 6666 ohms. 2 resistors connected in parallel. Total resistance കാണുന്ന ലൊക്കേഷൻ 1/RT is equal to 1/R1 plus 1/R2 ആണ്. ഇക്വേഷനിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 6.666 ohms ആൻസർ കിട്ടും. ഫൈൻഡ് ദി കറണ്ട് I3 യൂസിങ് കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോ ഉപയോഗിച്ചിട്ട് I3 കാണും. അപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ I1 I2 I3. അപ്പോൾ ക്വസ്റ്റ്യൻ കിർച്ചോഫ് കറണ്ട് ലോ ആണ്. കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് I1ഉം I2 ആണ്. I1ഉം I2. I3 ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. അപ്പോൾ I1ന് വാല്യൂ 2 ആംപിയർ ആണ്.
I2ൻ്റെ വാല്യൂ 3 ആംബിയർ ആണ്. അപ്പോൾ ആൻസർ 2 + 3 5 ആംബിയർ കറണ്ട് ആയിരിക്കും I3. ഫോർ ഹൈ പവർ റേറ്റിംഗ് വിച്ച് റെസിസ്റ്റേഴ്സ് ഈസ് യൂസ്ഡ്? ഹൈ പവർ ആപ്ലിക്കേഷന് ഏത് റെസിസ്റ്ററാണ് ഉപയോഗിക്കുക എന്നുള്ളത്. കാർബൺ റെസിസ്റ്റർ, വയർ ബൗണ്ട് റെസിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ആൻസർ വയർ ബൗണ്ട് റെസിസ്റ്റർ. വയർ ബൗണ്ട് റെസിസ്റ്ററാണ് ഹൈ വോൾട്ടേജ് ഉപയോഗിക്കുന്നത്. ലോ പവർ റേറ്റിംഗ് ആണെങ്കിൽ സാധാരണ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. If 3 resistors are connected in series, the total resistance. If 3 resistors are connected in series, the total resistance of the series circuit is R1 plus R2 plus R3, R1 into R2 into R3, R1 plus R2 by R3, 1 by R1 plus 1 by R2 plus 1 by R3. 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറൻറ്റും കറണ്ട് സെയിമും ആയിരിക്കും. പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻറ്റും വോൾട്ടേജ് സെയിമും ആയിരിക്കും. നെക്സ്റ്റ്, ഇൻ വിച്ച് connection the equivalent resistance is the smallest of all the resistance? ഏത് കണക്ഷനിലാണ് തന്നിരിക്കുന്ന റെസിസ്റ്ററിനേക്കാൾ കുറഞ്ഞ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്? സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, സീരീസ് പാരലൽ കോമ്പിനേഷൻ, നൺ ഓഫ് ദിസ്. ആൻസർ പാരലൽ കണക്ഷൻ. The maximum deviation allowed in a resistance value from the value marked on a resistor. റെസിസ്റ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വാല്യൂവിൽ വരുന്ന വ്യത്യാസം. പവർ റേറ്റിംഗ്, ടോളറൻസ്, സ്റ്റെബിലിറ്റി, നോയ്സ്. ആൻസർ ടോളറൻസ്. ടോളറൻസ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ വരുന്ന ഡീവിയേഷനാണ്, മാക്സിമം ഡീവിയേഷനാണ്. കളർ കോഡ് ഓഫ് 470 ohm ±10% റെസിസ്റ്റർ. 470 ohm ±10% ആയിട്ടുള്ള റെസിസ്റ്ററിൻ്റെ കളർ കോഡ്. യെല്ലോ, വയലറ്റ്, ബ്ലാക്ക്, സിൽവർ, യെല്ലോ, വയലറ്റ്, ബ്രൗൺ, സിൽവർ, യെല്ലോ, ബ്ലൂ, റെഡ്, ഗോൾഡ്, യെല്ലോ, വയലറ്റ്, ബ്രൗൺ, ഗോൾഡ്. അപ്പോൾ കളർ കോഡ് ആദ്യത്തെ 2 ഡിജിറ്റ്, ആദ്യത്തെ 2 കളറാണ്. അപ്പോൾ 4 ഇക്വലൻ്റ് ആയുള്ള കളറ് യെല്ലോ, 7 ഇക്വലൻ്റ് ആയുള്ള കളറ് വയലറ്റ്. പിന്നെ വരുന്ന 3ാമത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇവിടെ ബ്രൗൺ ആണ്. 4th ബാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ടോളറൻസ് എത്രയാണ്? 10% ആണ്. 10% ഇക്വലൻ്റ് ടോളറൻസ് എന്ന് പറയുന്നത് സിൽവർ ആണ്. ഗോൾഡ് ആണെങ്കിൽ 5%, കളറൊന്നുമില്ല, നോ കളർ ആണെങ്കിൽ അവിടെ 20% ആണ് ടോളറൻസ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് കളർ കോഡ് ബ്രൗൺ, ബ്ലാക്ക്, റെഡ്? ബ്രൗൺ, ബ്ലാക്ക്, റെഡിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ 1K, 10K, 100K, 1 മെഗാ ഓം. ആൻസർ 1K. റെസിസ്റ്ററിനെ ഒരു ചെറിയൊരു ക്ലാസ്സാണ്, അതിൻ്റെ ബേസിക്സ് ആണ് പറഞ്ഞുള്ളത്. ഞാൻ സീരീസ് കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷൻ എന്താണെന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കുക. കളർ കോഡ് നന്നായി പഠിക്കുക. താങ്ക് യു.